ഫസ്റ്റ് റിപ്പോർട്ട്. ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലത്തിൽ പോരാട്ടം കടുപ്പിക്കാൻ മുൻ എംഎൽഎമാർ. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എംഎൽഎ എ രാജയും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി എ കെ മണിയും എൻഡിഎ സ്ഥാനാർത്ഥിയായി എസ് രാജേന്ദ്രനും മത്സരത്തിലിറങ്ങാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കൂടുതൽ പഞ്ചായത്തുകൾ തിരികെ പിടിച്ച ആത്മവിശ്വാസത്തിലാണ് LDF ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥിയുടെ സ്വാധീനം കരുത്താകുമെന്നതാണ് UDF പ്രതീക്ഷ. മുൻ CPM നേതാവായ രാജേന്ദ്രന് ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് NDA കരുതുന്നത്. രാഹുൽ സുരേഷ് കൂടി എത്തുകയാണ്. വിശദാംശങ്ങളുമായി രാഹുൽ. എസ് രാജേന്ദ്രൻ കൂടി എത്തുന്നു എന്നറിയുന്നു. എ കെ മണിയും രാജേന്ദ്രനും അങ്ങനെ 3 മുൻ MLA-മാർ മത്സരത്തിലെത്തുമ്പോൾ ദേവികുളം ഇക്കുറി ത്രികോണ പോരിന് തന്നെ വഴിവെക്കുമെന്നാണോ കരുതേണ്ടത്? അതേ വിനീത, ദേവികുളം ത്രികോണ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എ രാജ CPM സ്ഥാനാർത്ഥിയായി ദേവികുളത്ത് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഇനി രണ്ടാമത്തെ പോരാട്ടമാണ്. അതുകൂടാതെ യുവാവാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറേയധികം മണ്ഡലങ്ങൾ, കുറേയധികം പഞ്ചായത്തുകൾ തിരികെ പിടിക്കാൻ LDF-ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എ രാജ തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി എത്തുക എ കെ മണിയായിരിക്കും. എ കെ മണി 1996-ലും 2001-ലും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതേ മണ്ഡലത്തിൽ MLA ആയിട്ടുണ്ട്. അതിനുശേഷം 2006-ലും 2011-ലും 2016-ലും എസ് രാജേന്ദ്രൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് CPM MLA ആയി മുന്നോട്ട് വന്നയാളാണ്. കഴിഞ്ഞ ദിവസമാണ് എസ് രാജേന്ദ്രൻ CPM വിട്ടുകൊണ്ട് BJP-യിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായത്. NDA സ്ഥാനാർത്ഥിയായി എസ് രാജേന്ദ്രൻ വരുമെന്നതും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിലവിലെ MLA ആയ എ രാജയും മുൻ MLA-മാരായ എ കെ മണിയും എസ് രാജേന്ദ്രനും 3 പാർട്ടികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ദേവികുളത്ത് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം. 3 സ്ഥാനാർത്ഥികൾക്കും ഈ തോട്ടം മേഖലയിൽ കാര്യമായിട്ടുള്ള വേരോട്ടമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തോട്ടം മേഖലയിലെ വോട്ടുകൾ നിർണായകമായി മാറുകയും ചെയ്യും വിനീത. ശരി, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ദേവികുളത്ത് പോരാട്ടം കടുക്കും. ഇത്തവണ ത്രികോണ പോരിന് തന്നെയാണ് കളമൊരുങ്ങുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കുന്നു.